ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൻ്റെയും മാക്രോ ഇക്കണോമിക്സിൻ്റെയും വ്യത്യാസമാണ് പറഞ്ഞത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ ആണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഇക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസിനെ ഇതാണ് നമ്മൾ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇക്കണോമിക് ഡെഫിനിഷൻ 4 ഇക്കണോമിസ്റ്റുകൾ ആ ഡെഫിനിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷനാണ് വെൽത്ത് ഡെഫിനിഷൻ. അപ്പോൾ ഇക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട 4 ഡെഫിനിഷനിൽ ഫസ്റ്റ് ഡെഫിനിഷനാണ് വെൽത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ധന അധിഷ്ഠിത നിർവചനം എന്ന് പറയും. അപ്പോൾ ഡെഫിനിഷൻസ് എന്ന് വെച്ചാൽ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഡെഫിനിഷൻ. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതെന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണമല്ലോ അതെന്താണെന്ന്. അങ്ങനെ എക്കണോമിക്സ് എന്താണ് എന്ന് പറഞ്ഞ 4 പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളുണ്ട്. അതിൽ ഫസ്റ്റ് ആ എക്കണോമിസ്റ്റ് പറഞ്ഞ എന്താണ് വെൽത്ത് ഡെഫിനിഷൻ. ആ ഫസ്റ്റ് ഡെഫിനിഷൻ കൊണ്ടുവന്നത് എക്കണോമിക്സിൻ്റെ ഫാദറായ ആഡം സ്മിത്ത് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ കൊണ്ടുവന്നത് എക്കണോമിക്സിൻ്റെ ഫാദറായ ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ പിതാവായ ആഡം സ്മിത്ത് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സ് എന്താണെന്ന് വ്യക്തമായിട്ടൊരു നിർവചനം ആദ്യമായിട്ട് ഈ ലോകത്തിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നു എക്കണോമിക്സ് എന്ന് പറയുന്നത് ധനത്തെക്കുറിച്ചുള്ള പഠനമാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ ഗിവൺ ബൈ ആഡം സ്മിത്ത്. ഹി എന്താണ് ഡിഫൈൻഡ് എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. എക്കണോമിക്സ് എന്ന് പറയുന്നത് ധനത്തിനെ കുറിച്ചുള്ള നിർവചനമാണെന്ന് ഫസ്റ്റ് പറഞ്ഞ ആളാണ് ആഡം സ്മിത്ത്. അപ്പോൾ അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തായിരുന്നു. അയാളുടെ ബുക്കിൻ്റെ പേരാണ് ആൻ എൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ആരെഴുതിയായിരുന്നു? ആഡം സ്മിത്ത് പബ്ലിഷ് ചെയ്തായിരുന്നു. ആൻ എൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. രാജ്യങ്ങളുടെ ധനത്തിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും അതിൻ്റെ എന്താണ് കാസസും കാരണങ്ങളെന്നും പറഞ്ഞൊരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക് എഴുതി. ആ ബുക്കാണ് ആൻ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഈ ബുക്ക് എഴുതിയ വർഷം 1776 1776 ആണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം, എക്കണോമിക്സ് എന്താണ് ഡിഫൈൻഡ് ബൈ, അല്ലെങ്കിൽ ആഡം സ്മിത്ത് ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് എ വെൽത്ത് ഓഫ് നേഷൻ. He defined economics as study of wealth. He published a book named An Enquiry into the Nature and Causes of Wealth of Nation in 1776. 1776 അദ്ദേഹം ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് എക്കണോമിക്സ് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നൊരു ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റാണ് ആഡം സ്മിത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. വെൽത്ത് ഡെഫിനിഷൻ ഗിവൺ ബൈ ആഡം സ്മിത്ത്. He wrote a book named An Enquiry into the Nature and Causes of Wealth of Nation in 1776. He defined economics is a study of wealth. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ബുക്ക് എഴുതിയ വർഷം ചോദിക്കാം, ഈ ബുക്കിൻ്റെ പേര് ചോദിക്കാം, ഹു വാസ് ദി ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ആഡം സ്മിത്ത് എന്നാണ്. ഇനി രണ്ടാമത് നെക്സ്റ്റ് എക്കണോമിക്സിനെ കുറിച്ച് അടുത്തൊരു നല്ല ഡെഫിനിഷൻ കൊണ്ടുവന്ന ഇക്കണോമിസ്റ്റാണ്. രണ്ടാമത്തെ ഡെഫിനിഷൻ കൊണ്ടുവന്ന ആ ഇക്കണോമിക്സിൻ്റെ പേരാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയും. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റാണ് നെക്സ്റ്റ് ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ആ ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷൻ കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. ആഡം സ്മിത്തിന് ശേഷം എക്കണോമിക്സ് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ്, ഒരു ഇക്കണോമിസ്റ്റാണ് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ ആരാണ്? ആൽഫ്രഡ് മാർഷൽ എഴുതിയ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. അപ്പോൾ ഈ ബുക്ക് എഴുതിയ വർഷം എന്ന് പറയുന്നത് 1890 കേട്ടോ, 1890. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. Welfare definition given by Alfred Marshall. He also wrote a book named Principles of Economics in 1890. He defined, അദ്ദേഹം പറഞ്ഞു, he defined economics as study of mankind in the ordinary business of life. എക്കണോമിക്സ് എന്ന് പറയുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ്, മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞ ആളാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ എക്കണോമിക്സ്
ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളും എക്കണോമിക്സിൽ പഠിക്കും എന്ന് പറഞ്ഞ ആളാണ് ആൽഫ്രഡ് മാർഷൽ. ഹി ആൾസോ എന്താണ് സെഡ് ദാറ്റ് എക്കണോമിക്സ് ഈസ് നോട്ട് ഓൺലി ദ സ്റ്റഡി ഓഫ് വെൽത്ത് ബട്ട് ആൾസോ ദ സ്റ്റഡി ഓഫ് വെൽഫെയർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ആഡം സ്മിത്ത് പറഞ്ഞ പോലെ വെൽത്തിനെ കുറിച്ച് മാത്രമല്ല ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ചും പഠിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താ നമ്മൾ പറഞ്ഞേ? വെൽഫെയർ ഡെഫിനിഷൻ, അതിൻ്റെ മലയാളമാണ് ക്ഷേമം. വെൽഫെയർ എന്ന് വെച്ചാൽ ക്ഷേമം. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ക്ഷേമാധിഷ്ഠിത നിർവചനം എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ്. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷൻ ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. ഹി റോട്ട് എ ബുക്ക് നെയ്മഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് ഇൻ 1890. ഹി ഡിഫൈൻഡ്, അയാൾ നിർവഹിച്ചു, എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ്, എക്കണോമിക്സ് എന്ന് പറയുന്നൊരു പഠനമാണ് മാൻകൈൻഡ്, മനുഷ്യനെ കുറിച്ച്, മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് എക്കണോമിക്സിൽ വരുന്നതെന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. ഓക്കെ, ഇനി എക്കണോമിക്സിൻ്റെ നെക്സ്റ്റ് ഡെഫിനിഷൻ്റെ പേരാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ദൗർലഭ്യ അധിഷ്ഠിത നിർവചനം എന്നാണ് അതിൻ്റെ മീനിങ്. ദൗർലഭ്യ അധിഷ്ഠിത നിർവചനം. ദൗർലഭ്യം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാധനം കുറയുന്നതിൻ്റെ പേരാണ് ദൗർലഭ്യം. ഇപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഓരോരോ പ്രശ്നങ്ങളിൽ അവരെ നാട്ടിൽ അത് സ്കേഴ്സ് ആയിരിക്കും. ഓക്കെ, ഏത് രാജ്യം എടുത്തു, ഇപ്പം ഗൾഫ് രാജ്യങ്ങളെടുത്താൽ അവരെ നാട്ടിൽ കൂടുതലുള്ള പെട്രോളും മറ്റുള്ള എന്താണ് മിനറൽസൊക്കെയാണ് അവിടെ കൂടുതലുള്ള. പക്ഷേ അവിടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫലഭൂഷ്ഠതയുള്ളൊരു മണ്ണ് കുറവാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒരു സ്കേഴ്സിറ്റി ഉണ്ട്. നമുക്കാണെങ്കിൽ എന്തുവാണ്, വേറെ പല സ്കേഴ്സിറ്റി ഇന്ത്യയിലുണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും റിസോഴ്സസ് എപ്പോഴും സ്കേഴ്സ് ആയിരിക്കും. അതിപ്പോൾ ഡെവലപ്ഡ് രാജ്യങ്ങളായാലും റിസോഴ്സസ് സ്കേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ സ്കേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞ ഡെഫിനിഷനാണ് എന്ത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഈ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പറഞ്ഞ ഇക്കണോമിസ്റ്റിൻ്റെ പേരാണ് ലയണൽ റോബിൻസ് എന്ന് പറയും. ലയണൽ റോബിൻസ്. ഓക്കെ, ലയണൽ റോബിൻസ് എന്ന് വെച്ചാൽ അന്നത്തെ പഴയ കാലഘട്ടത്തിലെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റാണ്, വേൾഡ് ഇക്കണോമിസ്റ്റാണ് ലയണൽ റോബിൻസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇക്കണോമിക്സ് എന്ന് പറയുന്ന സ്കേഴ്സിറ്റിയെ കുറിച്ചുള്ള പഠനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഗിവൺ ബൈ ലയണൽ റോബിൻസ്. ഹി ആൾസോ റോട്ട് എ ബുക്ക് നെയ്മഡ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ് ഇൻ 1932. അയാൾ ബുക്ക് എഴുതിയ വർഷം 1932. അപ്പോൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്ന ഇക്കണോമിസ്റ്റിൻ്റെ പേരാണ് ആര്? ലയണൽ റോബിൻസ്. അയാൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊണ്ടുവരാൻ കാരണം ലോകത്തെ എല്ലാ റിസോഴ്സും സ്കേഴ്സാണ്. നമ്മൾ ലോകത്തിൻ്റെ പ്രശ്നം തന്നെ അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സാണ്. എല്ലാ മനുഷ്യനും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണത്. അൺലിമിറ്റഡ് വാണ്ട്സ്, നമ്മുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലും നമ്മുടെ റിസോഴ്സ് എപ്പോഴും സ്കേഴ്സുമായിരിക്കും. അപ്പോൾ എക്കണോമിക്സിൽ കൂടുതലും എല്ലാ രാജ്യങ്ങളിലും അവർ ചർച്ച ചെയ്യുന്നതും അവർ പഠന വിധേയമാക്കുന്നതും എങ്ങനെ ഈ സ്കേഴ്സ് റിസോഴ്സിനെ മാക്സിമം ഉപയോഗപ്പെടുത്താം, അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളാണ് ഈ ലയണൽ റോബിൻസ്. ഓക്കെ, അപ്പോൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഗിവൺ ബൈ ലയണൽ റോബിൻസ്. ഹി റോട്ട് എ ബുക്ക് നെയ്മഡ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ് ഇൻ 1932. ഓക്കെ, ഇനി ഹി ഡിഫൈൻഡ്, അദ്ദേഹം പറഞ്ഞൊരു വലിയ ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അയാളുടെ വലിയ ഡെഫിനിഷൻ നമുക്ക് പഠിക്കേണ്ട. അതുപോലെ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല, ഈ ബുക്കും ഡേറ്റൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഹി ഡിഫൈൻഡ് എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് എന്താണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ ദൗർലഭ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പഠന വിധേയമാക്കിയത്. ഓക്കെ, അപ്പോൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഗിവൺ ബൈ ലയണൽ റോബിൻസ്. ഹി എന്താണ്? റോട്ട് എ ബുക്ക് നെയ്മഡ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ് ഇൻ 1932. ഹി എന്താണ്? ഡിഫൈൻഡ് എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അതിന് കാരണം ലോകത്തിലുള്ള റിസോഴ്സ് എന്ന് പറയുന്ന സ്കേഴ്സും അൺലിമിറ്റഡ് വാണ്ട്സുമാണ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത്. അപ്പോൾ ഈ 3 ഡെഫിനിഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല ഡെഫിനിഷൻ സ്കേഴ്സിറ്റിയാണ്. അതിന് കാരണം ലോകം ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതാണ് എക്കണോമിക്സ് പഠിക്കുന്നതെന്നും പറഞ്ഞ ഇക്കണോമിസ്റ്റാണ് ലയണൽ റോബിൻസ്. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ ഡെഫിനിഷനാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അടുത്ത ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഗ്രോത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്ന ഇക്കണോമിസ്റ്റിൻ്റെ പേരാണ് P.A. സാമുവൽസൺ എന്നാണ് അയാളുടെ പേര് കേട്ടോ. P.A. സാമുവൽസൺ. P.A. സാമുവൽസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇക്കണോമിസ്റ്റാണ് ഏത് ഡെഫിനിഷൻ കൊണ്ടുവന്നത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഗിവൺ ബൈ P.A. സാമുവൽസൺ. ഹി ആൾസോ റോട്ട് എ ബുക്ക് നെയ്മഡ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതി, അത് 1946
1947 കാലഘട്ടത്തിലാണ് അദ്ദേഹം ആ ബുക്ക് എഴുതിയത്. ബുക്കിൻ്റെ പേരാണ് ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക് അനാലിസിസ് എന്ന് പറയും. ഓക്കെ, ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ബുക്ക് എഴുതിയ വ്യക്തിയാണ് ആര്? ഈ P.A. സാമുവൽസൺ. അപ്പോൾ ഗ്രോത്ത് ഡെഫിനിഷൻ ഗിവൺ ബൈ P.A. സാമുവൽസൺ. ഹി റോട്ട് എ ബുക്ക് നെയ്മഡ് ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക്സ് ഇൻ 1946-47 ആൻഡ് ഹി ഡിഫൈൻഡ്, അദ്ദേഹത്തിന് ഒരു വലിയ ഡെഫിനിഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അത് അങ്ങനെ പഠിക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ നമുക്ക് പറയാം. ഗ്രോത്ത് ഡെഫിനിഷൻ ഹി ഡിഫൈൻഡ് എക്കണോമിക്സ് സ്റ്റഡി ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് എ നേഷൻ. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത്. അപ്പോൾ നമ്മൾ 4 ഡെഫിനിഷൻ പറഞ്ഞു. ഒന്നാമത്തെ ഡെഫിനിഷൻ വെൽത്ത് ഡെഫിനിഷൻ, രണ്ടാമത്തെ വെൽഫെയർ ഡെഫിനിഷൻ, മൂന്നാമത്തെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, നാലാമത്തെ ഗ്രോത്ത് ഡെഫിനിഷൻ. ഓക്കെ, ഈ 4 ഡെഫിനിഷനാണ് എക്കണോമിക്സിനെ കുറിച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഈ 4 ഡെഫിനിഷനിൽ കൂടെ എക്കണോമിസ്റ്റുകൾ നമുക്ക് പറഞ്ഞിരുന്നത് ഇക്കണോമിക്സ് എന്ത് പഠിക്കുമെന്നാണ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിലെ രാജ്യത്തിൻ്റെ ധനത്തിനെ കുറിച്ചാണ് പഠിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ആഡം സ്മിത്ത്. അതാണ് വെൽത്ത് ഡെഫിനിഷൻ. ഇനി എക്കണോമിക്സിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞതാണ് വെൽഫെയർ ഡെഫിനിഷൻ. ആ പറഞ്ഞ ആളാണ് ആൽഫ്രഡ് മാർഷൽ. ഇനി ലോകത്തിലെ റിസോഴ്സുകളെല്ലാം സ്കേഴ്സ് ആണെന്നും അത് എങ്ങനെ ആ സ്കേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാം, മേക്കപ്പ് ചെയ്യാമെന്ന് പഠിച്ചതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്ന ലയണൽ റോബിൻസ്. അടുത്ത ഗ്രോത്ത് ഡെഫിനിഷൻ. ഗ്രോത്ത് ലോകത്ത് എന്തൊക്കെ റിസോഴ്സിന് സ്കേഴ്സ് ഉണ്ടായാലും എന്തൊക്കെ സ്കേഴ്സിറ്റി ഉണ്ടായാലും എല്ലാ രാജ്യത്തിനും ഗ്രോത്ത് ഉണ്ടാവണം, റിസോഴ്സിന് ഗ്രോത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞ ആളാണ് ഈ P.A. സാമുവൽസൺ. അപ്പോൾ ഈ 4 ഡെഫിനിഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രോത്ത് ഡെഫിനിഷനാണ്. അതിന് കാരണം ഈ ഗ്രോത്ത് ഡെഫിനിഷൻ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. അതിന് കാരണം ലോകത്തെ എല്ലാ റിസോഴ്സും കുറയുകയാണ്. റിസോഴ്സുകളെല്ലാം ഓട്ടോമാറ്റിക്കലി കുറയുക തന്നെ എന്നും പറഞ്ഞ് റിസോഴ്സ് കുറഞ്ഞെന്നും പറഞ്ഞ് നമുക്കെല്ലാം അതിനെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആ റിസോഴ്സ് കുറഞ്ഞ വേറെ റിസോഴ്സ് നമ്മൾ കണ്ടെത്തണം. എന്താണോ കുറയുന്നത് അതിന് പകരം ഇപ്പം പെട്രോള്, കൽക്കരി അതൊക്കെ ലോകത്ത് കുറയുന്നെങ്കിൽ അതിന് പകരം വേറൊരു ആൾട്ടർനേറ്റീവായിട്ടുള്ള റിസോഴ്സ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഡെഫിനിഷൻ പറഞ്ഞത് ഈ P.A. സാമുവൽസൺ ആണ്. അപ്പോൾ P.A. സാമുവൽസൺ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ്റെ ആൾ. അയാൾ അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആയിരുന്നു. 2008 അദ്ദേഹം മരണപ്പെട്ടത്. P.A. സാമുവൽസൺ ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 4 ഡെഫിനിഷൻ പറഞ്ഞു. എന്നാൽ ഈ 4 ഡെഫിനിഷൻ ഞാൻ ഒരു പ്രാവശ്യവും കൂടെ പറയാം. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ വെൽത്ത് ഡെഫിനിഷൻ. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ ഗിവൺ ബൈ ആഡം സ്മിത്ത്. ഹി റോട്ട് എ ബുക്ക് നെയ്മഡ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ഇൻ 1776. ഇനി he defined economics is a study of wealth of a nation. Okay, next അടുത്ത ഡെഫിനിഷൻ വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷൻ ഗിവൺ ബൈ ആരാണ് വെൽഫെയർ ഡെഫിനിഷൻ കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷൽ. ഹി റോട്ട് എ ബുക്ക് നെയ്മഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് ഇൻ 1890. ഹി ഡിഫൈൻഡ് എക്കണോമിക്സ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഓക്കെ, പിന്നെ അദ്ദേഹം പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ച് മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ സ്റ്റഡി ഓഫ് വെൽത്ത് ബട്ട് ആൾസോ ദ സ്റ്റഡി ഓഫ് വെൽഫെയർ. ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഗിവൺ ബൈ ലയണൽ റോബിൻസ്. ഹി റോട്ട് എ ബുക്ക് നെയ്മഡ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ് ഇൻ 1932. ഓക്കെ, ഹി ഡിഫൈൻഡ് എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. റിസോഴ്സിൻ്റെ സ്കേഴ്സിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഒരു വലിയ ഡെഫിനിഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ആ ചെറിയ ഡെഫിനിഷൻ പറഞ്ഞത് കേട്ടോ. അടുത്തത് ഗ്രോത്ത് ഡെഫിനിഷൻ ഗിവൺ ബൈ P.A. സാമുവൽസൺ. P.A. സാമുവൽസൺ ഹി റോട്ട് എ ബുക്ക് നെയ്മഡ് ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക് അനാലിസിസ് ഇൻ 1946-47. 1946-47 കാലഘട്ടങ്ങളിലാണ് ഈ P.A. സാമുവൽസൺ ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ 4 ഡെഫിനിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഏതാണ്? ഗ്രോത്ത് ഡെഫിനിഷനാണ്. പിന്നെ ഗ്രോത്ത് ഡെഫിനിഷൻ അദ്ദേഹം എന്താ പറഞ്ഞത്? ഹി ഡിഫൈൻഡ് എക്കണോമിക്സ് സ്റ്റഡി ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസിൻ്റെ ഗ്രോത്തിനെ കുറിച്ചാണ് എക്കണോമിക്സിൽ പഠിക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്? ഗ്രോത്ത് ഡെഫിനിഷൻ പറഞ്ഞത്. ഗ്രോത്ത് ഡെഫിനിഷന് ഒരു വലിയ ഡെഫിനിഷൻ ഉണ്ട്, ഏകദേശം ഒരു പാരഗ്രാഫുള്ള ഒരൊറ്റ സെൻറ്റൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പഠിക്കണ്ട, നിങ്ങൾക്കിപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്തുവാണ്? ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ പോയിന്റിൽ ഇതിൻ്റെ വർഷം, ഈ ബുക്ക് എഴുതിയ വർഷം
ബുക്കുകളുടെ പേര്, ആരാണ് ഡെഫിനിഷൻ, ഏത് ഡെഫിനിഷൻ കൊണ്ടുവന്ന ആരാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോവിങ് ആയിട്ടൊക്കെ എന്ത് ചെയ്യൂ, ഈ പറയുന്ന എന്താണ് ഡെഫിനിഷൻസിൻ്റെ നമ്മളിപ്പോൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തുവാണ് അടുത്ത എന്താണ് പഠിക്കാനുള്ളത്? നെക്സ്റ്റ് പഠിക്കാനുള്ളത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി? എന്താണ് ഒരു രാജ്യത്തിലെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് വെച്ചാൽ? സെൻട്രൽ പ്രോബ്ലംസ്, കേന്ദ്ര പ്രശ്നങ്ങൾ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഒരു രാജ്യത്തിലെ കേന്ദ്ര പ്രശ്നങ്ങൾ, അതാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന എന്തുവാണ്, ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങിയ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. നമ്മൾ ഈ പഠിച്ചു തുടങ്ങിയ ചാപ്റ്ററിൻ്റെ പേരാണ് ചാപ്റ്റർ നമ്പർ 1 ആൻഡ് എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ്. എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ്, മൈക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ്. അതിലെ പോയിൻ്റാണ് നമ്മൾ ഡെഫിനിഷൻ തൊട്ട് തുടങ്ങിയത്. അപ്പോൾ അടുത്തതാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, ഒരു രാജ്യത്തിലെ കേന്ദ്ര പ്രശ്നങ്ങൾ. നമുക്ക് ഈ ഒരു രാജ്യത്തിലെ കേന്ദ്ര പ്രശ്നങ്ങൾ ഏതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴേ തോന്നും നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ദാരിദ്ര്യം, പോവർട്ടി, അതേപോലെ എന്തുവാണ് ജനസംഖ്യ, പോപ്പുലേഷൻ, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതായിരിക്കും ഒരു രാജ്യം ഫേസ് ചെയ്യുന്ന കേന്ദ്ര പ്രശ്നങ്ങളെന്നാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ദാരിദ്ര്യവും ജനസംഖ്യയൊക്കെ ഒരു പ്രശ്നം തന്നെ. പക്ഷേ എന്തുവാണ് ദാരിദ്ര്യം എന്നുള്ളത് കണ്ടെത്തുന്നതല്ല പ്രശ്നം, അത് പരിഹരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതല്ല അതിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഐഡൻറ്റിഫൈ ചെയ്ത പ്രശ്നത്തെ എങ്ങനെ അതിന് നല്ല സൊല്യൂഷൻ എങ്ങനെ കൊടുക്കും, എങ്ങനെ അത് പരിഹരിക്കും, പരിഹരിക്കുന്നതാണ് ഒരു എന്താണ് രാജ്യത്തിന് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ദാരിദ്ര്യം കണ്ടെത്താൻ പാടൊന്നുമില്ല. പോപ്പുലേഷൻ എന്താണ് ജനസംഖ്യ ഇന്ത്യയിലുണ്ടെന്ന് കണ്ടെത്താനോ അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും ഒരു പാടുമില്ല. എണ്ണം എടുത്ത് നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ദാരിദ്ര്യം, അതേപോലെ ആ ജനസംഖ്യ, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ പരിഹരിക്കുന്നതാണ് എക്കണോമിക്സിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ എഴുതിയേക്കുന്ന സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് വെച്ചാൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു രാജ്യം ആ രാജ്യത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കും. ഓക്കെ, അപ്പോൾ എന്തുവാണ് ഒരു രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്, ഇക്കണോമിക് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഒരു രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ? പണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് സാമ്പത്തിക പ്രവർത്തനം. അതിലൊന്നാമത്തതാണ് പ്രൊഡക്ഷൻ. ഒരു രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനമാണ് പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ എന്താണ് കൺസംഷൻ, അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ, അടുത്തത് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യം ഫേസ് ചെയ്യുന്ന സാമ്പത്തിക എന്താണ് പ്രവർത്തനം, അല്ലെങ്കിൽ രാജ്യത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് പ്രൊഡക്ഷനും, അതേപോലെ തന്നെ കൺസംഷനും, അതേപോലെ ഡിസ്ട്രിബ്യൂഷനും, പിന്നെന്തുവാണ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് അതാണ്. പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എന്താണ് ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ്. അപ്പോൾ ഒരു ലൈഫിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനമാണ് പ്രൊഡക്ഷൻ. ഒരു സാധനം ഉണ്ടാക്കാൻ എന്താണ് പണം വേണം. അടുത്ത കൺസംഷൻ, അത് ചെയ്യാനും പണം വേണം. ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ എക്സ്ചേഞ്ച്, ഇതിനെല്ലാം ഇപ്പോൾ ക്യാഷ്, പണം കൊണ്ട്, മണി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അതെന്തല്ല, പണം കൊണ്ട് ചെയ്യുന്നതല്ല. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, അത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, നിങ്ങൾ പൈസ കൊടുക്കുന്നില്ലല്ലോ. പക്ഷേ ഇക്കണോമിക് ആക്ടിവിറ്റി, നിങ്ങൾ ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിച്ചാൽ ക്യാഷ് കൊടുക്കണം, അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ഇത്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ചോദിക്കുമ്പോൾ അതിൽ നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് സെൻറ്റൻസ് അതാണ്. പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഓഫ് ആൻ ഇക്കോണമി. ഇനി ഒരു രാജ്യം ഈ സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വെൻ ആൻ ഇക്കോണമി എൻഗേജ് ഇൻ ദീസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഒരു രാജ്യം ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ when an economy engage in these economic activities, they have to face scarcity of resources.
ഈ സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും? ആ രാജ്യം സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ദൗർലഭ്യത്തെ നേരിടേണ്ടി വരും. ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഫുള്ള് ഒരു ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധനം നമ്മളതിൽ കാണത്തില്ല. അതാണ് സ്കേഴ്സിറ്റി. അതേപോലെ കൺസംഷൻ, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ എക്സ്ചേഞ്ച്, ഇതെല്ലാം ചെയ്യാനുള്ള സാധനം നമ്മുടെ കയ്യിൽ റിസോഴ്സ് കാണത്തില്ല. അതുകൊണ്ട് ഏത് രാജ്യം ഏത് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയാലും അവരെന്തിനെ നേരിടും? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസിനെ നേരിടും. അതാണ് നമ്മൾ പറഞ്ഞത്, വെൻ ആൻ ഇക്കോണമി എൻഗേജ് ഇൻ ദീസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ദേ ഹാവ് ടു ഫേസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? ഈ റിസോഴ്സിൻ്റെ സ്കേഴ്സിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇറ്റ് റൈസ് ടു ദ പ്രോബ്ലം ഓഫ് എന്താണ്? ഇക്കണോമിക് പ്രോബ്ലം. ഇറ്റ് ലീഡ്സ് ടു ആൻ ഇക്കണോമിക് പ്രോബ്ലം. ഇത് എന്തിൽ കൊണ്ടെത്തിക്കും? ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും. എന്താണ് സാമ്പത്തിക പ്രശ്നം? ആൻ ഇക്കണോമിക് പ്രോബ്ലം ഇസ് എ പ്രോബ്ലം ഓഫ് അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മുടെ ആ നേരത്തെ പറഞ്ഞ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്ന ലയണൽ റോബിൻസ് പറഞ്ഞില്ലേ, ഒരു രാജ്യം എന്തുവാണ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് വാണ്ട്സും ലിമിറ്റഡ് റിസോഴ്സുമാണ്. അതാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് പറയേണ്ടതിനകത്ത്. പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ്. ഓക്കെ, ഇനി വെൻ ആൻ ഇക്കോണമി എൻഗേജ് ഇൻ ദീസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ദേ ഹാവ് ടു ഫേസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഒരു രാജ്യം ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ നോക്കുമ്പോൾ ആ രാജ്യത്തിന് എന്ത് നേരിടേണ്ടി വരും? ഒരു വിഭവങ്ങളുടെ സ്കേഴ്സിറ്റി നേരിടേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യമാണ്. അപ്പോൾ ദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. പക്ഷേ ഏത് മാർഗ്ഗം സ്വീകരിച്ചാലും ഇന്ത്യയുടെ ഫുള്ള് ദാരിദ്ര്യം ഇതുവരെയും മാറിയിട്ടില്ല. ഒരുപാട് പേര് ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്ത്യയുടെ പൂർണ്ണമായിട്ട് 100% ദാരിദ്ര്യം പരിഹരിച്ചിട്ടില്ല. അതിന് കാരണം ആര് എന്ത് പരിഹാരം കൊണ്ടുവന്നാലും നമ്മളെപ്പോഴും വിഭവങ്ങളുടെ ദൗർലഭ്യത്തെ ഇങ്ങനെ നേരിടും. അതുകൊണ്ട് പൂർണ്ണമായിട്ടൊരു ദാരിദ്ര്യത്തിൻ്റെ മാറ്റം ഉണ്ടാകാൻ റിസ്ക്കാണ്, അത് പാടാണ്. മനസ്സിലായോ? അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെൻ ആൻ ഇക്കോണമി എൻഗേജ് ഇൻ ദീസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ദേ ഹാവ് ടു ഫേസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഇറ്റ് റൈസ് എന്തുണ്ടാക്കും? ആൻ ഇക്കണോമിക് പ്രോബ്ലം. ഓക്കെ, ഇതാണ് സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോൾ വിഭവങ്ങളുടെ ദൗർലഭ്യം ഉണ്ടാവുന്നതാണ് സാമ്പത്തിക പ്രശ്നം. ആൻ ഇക്കണോമിക് പ്രോബ്ലം ഈസ് എ പ്രോബ്ലം ഓഫ് അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ഒരു ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അൺലിമിറ്റഡ് വാണ്ട്സും ലിമിറ്റഡ് റിസോഴ്സുമാണ് ഒരു രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നം. അങ്ങനെ ഉണ്ടാകുമ്പോൾ രാജ്യം എന്ത് ചെയ്യും? ഇറ്റ് ലീഡ്സ് ടു ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. അപ്പോഴാണ് നമ്മുടെ രാജ്യം തിരഞ്ഞെടുക്കുന്നത്. എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഒരു സാധനം അല്ലെങ്കിൽ ഒരു റിസോഴ്സ് കുറയുമ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും വെള്ളം കുറവാണ്. അപ്പം നമ്മൾ മഴവെള്ള സംഭരണി വെച്ചുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? മഴവെള്ളം വരെ നമ്മൾ വളരെ പ്യൂരിഫൈഡ് ആയിട്ട് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ലോകത്ത് ഫിജി എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ആ രാജ്യം മഴവെള്ളത്തിൽ നിന്നാണ് മിനറൽ വാട്ടർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാണ് ആ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഒരു ദ്വീപ് രാജ്യമാണത്, അതൊരു ഐലൻഡാണ്. അപ്പോൾ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ അല്ലാതെയുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് വളരെ കുറവാണ്. അപ്പോൾ മഴവെള്ളത്തിൽ നിന്ന് മിനറൽ വാട്ടർ ഉണ്ടാക്കി ലോകത്ത് ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടർ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഈ ഫിജി. അപ്പോൾ അവർ ഉള്ള റിസോഴ്സ് അവർ മാക്സിമം ചോയ്സ് എടുത്ത് ചെയ്യുന്നുണ്ടോ? അതാണ് യഥാർത്ഥ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ റിസോഴ്സ് നമുക്ക് കുറഞ്ഞ മറ്റൊരു റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ചോയ്സ് എടുക്കണം. അത് തന്നെയാണ് നമ്മൾ ഇതിലും പറഞ്ഞത്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ചോദിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്തൊക്കെയാണ് എഴുതേണ്ടത്? പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇക്കോണമി. When an economy engage in these economic activities, they have to face scarcity of resources. It rise to an economic problem. An economic problem is a problem of unlimited wants and limited resources. Okay. ഇനി ഇറ്റ് ലീഡ്സ് ടു ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചോയ്സ് എടുക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ റിസോഴ്സ് കുറയുമ്പോഴാണ് നമ്മൾ പലതും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പഠിക്കുന്ന സെൻട്രൽ പ്രോബ്ലംസിലെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.